പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെ എല്ലാ ദൈവങ്ങൾക്കും അറിയും. ഈ പ്രഭാത സമയത്ത് ദൈവങ്ങളുമായി ഷെയർ ചെയ്യാൻ ദൈവന്റെ മനസ്സിലേക്ക് തന്ന വാക്യം ലൂക്കോസ് 10:20. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷിപ്പീൻ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട വാക്ക് ഈ പ്രഭാത ദൈവം തന്നതിനായി സ്തോത്രം ചെയ്യുക. ഈ ഒരു വാക്കത്തിലൂടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായി പറഞ്ഞു തരുന്ന കാര്യം എന്നാന്ന് ചോദിച്ചാൽ, പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയാൽ, അല്ലെങ്കിൽ ഒരു സാക്ഷ്യം പറയാൻ പറ്റിയാൽ, അല്ല വചനം പറയാൻ പറ്റിയാൽ, നമ്മൾ ദൈവസന്നിധിയിലേക്ക് ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് നടക്കുന്ന വ്യക്തി ജീവിതങ്ങളാണ്, അല്ലെങ്കിൽ സ്വർഗത്തിന് അവകാശികളാണ്, നിത്യജീവൻ നമ്മൾ അവകാശികളാണെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ച് പല രീതിയിൽ നമ്മൾ മറുതലിച്ചു പോകുന്ന അനുഭവങ്ങൾ നമ്മുടെ എല്ലാ ജീവിതത്തിലുണ്ട്. എൻ്റെ ജീവിതത്തിലുണ്ട്, നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ ഈ ഒരു വാക്കത്തിലൂടെ കർത്താവ് വ്യക്തമായി പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഭൂതങ്ങൾ കീഴടങ്ങുന്നതിലല്ല എന്ന് വെച്ചാൽ, നമ്മൾ പലപ്പോഴും പലർക്കും പ്രാർത്ഥിക്കുമ്പോൾ മിറാക്കിൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. പലർക്കും വിടുതൽ കർത്താവിന്റെ നാമത്തിൽ ലഭിക്കാറുണ്ടല്ലേ. അപ്പം നമ്മൾ പലപ്പോഴും നമ്മളെ അപ്രിഷ്യേറ്റ് പലരും ചെയ്യാറുണ്ട്. ഇന്നയാൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഇന്നയാൾ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ രോഗം മാറി, എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലി കിട്ടി, അല്ലെ നല്ലൊരു ഭാവി ജീവിതം എൻ്റെ ജീവിതത്തിലേക്ക് തുറക്കപ്പെട്ടു എന്ന് പലപ്പോഴും പല വ്യക്തി ജീവിതങ്ങളും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ഈ പറഞ്ഞ നമ്മളായാലും ഈ പറഞ്ഞ ഞാനായാലും ആര് പ്രാർത്ഥിച്ചാലും അങ്ങനെ അത്ഭുതങ്ങൾ ലഭിക്കാറുണ്ടല്ലേ. പക്ഷേ ഈ ദിവസങ്ങളിൽ നമ്മൾ നമ്മളെ തന്നെ തിരിഞ്ഞു നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ പേർ സ്വർഗത്തിൽ എഴുതിയിട്ടുണ്ടോ ഇല്ലയോ എന്നാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യം. കാരണം ഇവിടെ വ്യക്തമായി പറയുന്നത് അതാണ്. കാരണം പലപ്പോഴും നമ്മൾ മാനുഷ്യമായിട്ടുള്ള രീതിയിൽ ചിന്തിച്ച് പലതും ചെയ്യുന്നുണ്ട്, പലതും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും നമ്മുടെ പേര് സ്വർഗത്തിലുണ്ടോ ഇല്ലെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല. അത് ചിന്തിച്ചു കഴിഞ്ഞാൽ സത്യസന്ധമായി തന്നെ നമ്മൾ നേർവഴിയിൽ തന്നെ കർത്താവിന്റെ സന്നിധി നടക്കുവാനും കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാനും ആരെയും നമ്മൾ ഉപദ്രവിക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ ആർക്കൊരു ദ്രോഹം ചെയ്യാതെ, നമ്മൾ രഹസ്യ പാപങ്ങളും, നമുക്ക് ഒരുപാട് രഹസ്യ പാപങ്ങളുണ്ടല്ലേ, അറിയാതെ ചെയ്യുന്ന ഒരുപാട് രഹസ്യ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതെല്ലാം നമ്മളെ വിട്ടുപോകും. കാരണം എന്നാ, സ്വർഗത്തിൽ എൻ്റെ പേരുണ്ടോ എന്ന് മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി. കാരണം നമ്മളെ തന്നെ ഇങ്ങനെ ശോധന ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മുടെ പേര് എവിടെയാണ് എഴുതിയേക്കുന്നതെന്ന്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുത്ത ദൈവസന്നിധിയിൽ പറയണം, കർത്താവെ, ഇന്ന് വരെ ഞാൻ പലതും ചെയ്തിട്ടുണ്ട്, പല ദൈവനാമത്തിൽ പലതും പ്രാർത്ഥിച്ചിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്, പാട്ടുപാടിയിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും കർത്താവ്, എൻ്റെ നാമം, എൻ്റെ പേര് കർത്താവിൻ്റെ സന്നിധിയിൽ സ്വർഗത്തിൽ എഴുതിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു കൃത്യത എൻ്റെ ജീവിതത്തിൽ തരണം. അഥവാ ഇല്ല എങ്കിൽ ഈ നാളുകൾ എന്നെ ശുദ്ധീകരിച്ച് സ്വർഗത്തിന്റെ അവകാശികളായി തീർക്കാൻ തക്കണം എന്നെ ഇടയാക്കി തീർക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് നമുക്ക് മുഴങ്കാൽ മടക്കാം, ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കാം. കാരണം ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ അറിയാതെ ഒരുപാട് തെറ്റുകളും കുറവുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കയറി വരും. അത് ഒരുപക്ഷെ നമ്മൾ പോലും അറിയാതെ കടന്നു വരുന്നതായിരിക്കാം. പക്ഷേ ഈ സ്വർഗത്തിന്റെ നമ്മുടെ പേരുണ്ടോ ഇല്ലെന്നുള്ളൊരു കാര്യം നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ഏറ്റെടുത്ത് കഴിയുമ്പോൾ ഇതെല്ലാം നമ്മളെ വിട്ടകന്നു പോകും. നമ്മൾ പൂർണ്ണമായും ദൈവസന്നിധിയിലാകും. ദൈവത്തിന്റെ മക്കളായി തീരാൻ തന്നെ ദൈവം സഹായിക്കും. ഈ വചനത്താൽ എല്ലാ ദൈവമക്കളെയും ദൈവം സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതം എല്ലാവർക്കും നേർന്നുണ്ട്. എൻ്റെ വചനത്തിൽ